പൈങ്കുളം ശ്മശാനക്കടവിൽ ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ഒരു കുടുംബത്തിലെ 4 പേർ ഒഴുക്കിൽപ്പെട്ടു. ചെറുതുരുത്തി സ്വദേശികളായ ദമ്പതികളും 2 മക്കളുമാണ് അപകടത്തിൽപ്പെട്ടത്. അമ്മയെ രക്ഷപ്പെടുത്തി മറ്റുള്ളവർക്കായി തിരച്ചിൽ നടത്തുന്നു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുജിൽ ചേരുന്നു. സുജിൽ, ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ഒരു കുടുംബത്തിലെ 4 പേർ അപകടത്തിൽപ്പെട്ടു. അതിൽ അമ്മയെ രക്ഷപ്പെടുത്തിയെങ്കിലും നില ഗുരുതരമാണെന്ന് അറിയുന്നു. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇവർ കുളക്കടവിലേക്ക് ഇറങ്ങാൻ ഇടയാക്കിയ സംഭവം എന്താണ്? 4 പേരാണ്, കുടുംബത്തിലെ 4 പേരാണ് പുഴയിൽ അകപ്പെട്ടത്. ചെറുതുരുത്തി ഓടക്കൽ വീട്ടിൽ കബീറിന്റെ ഭാര്യ റെയ്ഹാന, കുട്ടികളായ സെറ, ഹയാൻ എന്നിവരാണ് വീട്ടിൽപ്പെട്ടത്. കുട്ടികൾ പുഴയിൽ കളിക്കുന്നതിനിടെ വെള്ളത്തിലേക്ക് തെന്നി വീഴുകയായിരുന്നു. കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ മാതാപിതാക്കളായ റെയ്ഹാനയും അതുപോലെ തന്നെ കബീറും ശ്രമിക്കുന്നതിനിടെയാണ് ഇവരും പുഴയിൽ വെള്ളത്തിൽ ഒഴുക്കിൽ അകപ്പെട്ടത്. ഇത് കണ്ട് ഓടിക്കൂടിയ അവിടെ കൂടിയിരുന്ന നാട്ടുകാർ റെയ്ഹാനെ രക്ഷപ്പെടുത്തി ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിൽ റെയ്ഹാന ചികിത്സയിൽ എന്നാൽ അല്പം മുമ്പ് വളരെ ഖേദകരമായ ഒരു വിവരം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. റെയ്ഹാന മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മറ്റ് കബീറിനെയും അതുപോലെ തന്നെ കുട്ടികളായ സെറ, ഹയാൻ എന്നിവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുഴയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൊർണൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും അതുപോലെ തന്നെ ചെറുതുരുത്തിയിലെ പോലീസ് സംഘവും നാട്ടുകാരും ചേർന്ന് പുഴയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചം കുറവായതിനാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട് തെരച്ചിൽ നടത്തുന്നവർക്ക്. എന്നിരുന്നാലും ആവശ്യമായ ലൈറ്റുകളും മറ്റു സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് അവിടെ തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സുജിൽ, അപകട സാധ്യത കൂടുതലുള്ള ഭാഗമാണോ? പുഴയുടെ കൂടുതൽ ആഴമുള്ള ഭാഗങ്ങളിലാണോ ഇത്? തീർച്ചയായും ഈ ഭാഗങ്ങളിൽ പുഴയ്ക്ക് നല്ല രീതിയിലുള്ള ആഴമുണ്ട് എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം നേരത്തെ ഇത് മണലെടുക്കുന്ന ഒരു കടവായിരുന്നു. അവിടെ നിന്നും നിരവധിയായ മണൽ അവിടെ നിന്ന് കയറിപ്പോയതിനാൽ തന്നെ വലിയ ഗർത്തങ്ങളും ഈ ഏരിയയിലുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് തന്നെയാണ് ഇവിടുത്തെ കുടിവെള്ള സ്രോതസ്സിന് വേണ്ടിയുള്ള കിണറുകളും മറ്റും സ്ഥിതി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ വലിയ കുഴികൾ ഉണ്ട് എന്നാണ് നാട്ടുകാരിൽ നിന്ന് അറിയുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് പുഴ ഒരു ചെറിയ രീതിയിലുള്ള കറവായി ഒഴുകുന്നത് കൊണ്ട് തന്നെ ഒഴുക്കും കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒഴുക്കിനോട് ചേർന്ന് വരുന്ന ചെറിയ മൺതിട്ടയിലാണ് ഈ കുടുംബവും അതുപോലെ തന്നെ മറ്റ് പുഴ കാണാനെത്തുന്നവരും അവിടെ ഇരിക്കാറും അതുപോലെ വൈകുന്നേരങ്ങളിലെ സന്ധ്യകൾ ചെലവഴിക്കാറുമുള്ളത്. എന്നാൽ സാധാരണയായി ഈ കുടുംബവും ഈ ഓടക്കൽ വീട്ടിലെ കബീറും അതുപോലെ തന്നെ ഭാര്യയും കുട്ടികളും എല്ലാം തന്നെ പുഴയിലേക്ക് സാധാരണ വൈകുന്നേരങ്ങളിൽ എത്താറുള്ളതാണ്. എന്നാൽ ഇന്ന് അവരുടെ നിർഭാഗ്യവശാൽ കുട്ടികൾ വെള്ളത്തിലേക്ക് വീഴുകയും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെയാണ് കബീറും അതുപോലെ തന്നെ ഭാര്യയും മറ്റു കുട്ടികളും വെള്ളത്തിൽ അകപ്പെട്ടത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവർ സമീപ പ്രദേശത്തുള്ളവർ തന്നെയാണോ? അതെ, ചെറുതുരുത്തി സ്വദേശികളാണ് ഇവർ. ചെറുതുരുത്തിയിൽ ഒരു ബേക്കറി ഷോപ്പ് നടത്തുന്നവരാണ് ഇവർ. അവർ സ്ഥിരമായി പുഴയിൽ ഇതുപോലെ സന്ധ്യാസമയങ്ങളിൽ എത്താറുള്ളതാണ്. ഒഴിവു ദിവസങ്ങളിൽ അവർ അവിടെ എത്താറുണ്ട്, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാറുണ്ട്. രക്ഷാപ്രവർത്തകർ സമയത്തിന് തന്നെ എത്തിയോ? എന്തെങ്കിലും തടസ്സം നേരിട്ടോ രക്ഷാപ്രവർത്തനങ്ങൾക്ക്? നമുക്ക് അറിയാൻ കഴിയുന്ന വിവരമനുസരിച്ച് രക്ഷാപ്രവർത്തനത്തിന് മറ്റു തടസ്സങ്ങളൊന്നും ഇതുവരെ നേരിട്ടിട്ടില്ല. തൊട്ടടുത്ത് തന്നെയാണ് ഷൊർണൂർ ഫയർഫോഴ്സ് സംഘമുള്ളത്. അതുപോലെ തന്നെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനും വളരെ കുറച്ച് കിലോമീറ്റർ ദൂരത്തിൽ തന്നെയാണ് ചെറുതുരുത്തി സ്റ്റേഷനും ഉള്ളത്. നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് വളരെ വേഗത്തിൽ തന്നെ ഈ 2 സംഘവും ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസ് സംഘവും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തുന്നതിനായും ആവശ്യമായിട്ടുള്ള സേഫ്റ്റി ഉപകരണങ്ങളും അതുപോലെ തന്നെ മറ്റു സാധന സാമഗ്രികളെല്ലാം കൊണ്ട് തന്നെയാണ് ഈ 2 സംഘവും അവിടെ എത്തിയത്. ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്ന്. അതുകൊണ്ട് തന്നെയാണ് ഉടനെ തന്നെ ആ കബീറിന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. പക്ഷേ നിർഭാഗ്യവശാൽ കബീറിന്റെ ഭാര്യ അല്പസമയം മുമ്പ് മരണപ്പെട്ടു എന്ന വാർത്തയാണ് നമുക്ക് ലഭ്യമാകുന്നത്.